ഇന്നത്തെ തിരുവരങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മോശയുടെ ജനനത്തെക്കുറിച്ചാണ്. എല്ലാവർക്കും ഇഷ്ടമാണോ പഠിക്കാൻ? മോശ എങ്ങനെയാണ് ജനിച്ചു വളർന്നത്? ആരാണ് മോശയെ വളർത്തിയത്? മോശ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാവോ? പുറപ്പാടിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിലാണ്. ഏതവിടെയാണ്? പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയി ഇന്ന് കഥയൊക്കെ പഠിച്ചു കഴിയുമ്പോൾ വീട്ടിൽ പോയി പഠിച്ച് വായിക്കണം. മനസ്സിലായല്ലോ? നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം അല്ലേ? സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങൾ കൂടുതൽ ബൈബിള് പഠിക്കുവാനും ബൈബിളിലെ കഥാപാത്രങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഈ തിരുവരങ്ങിൽ ഞങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അങ്ങയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ട കൃപ തരണമേ. യേശുനാഥ, ഈ കുഞ്ഞുങ്ങളെല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഇവരെ ലോകം മുഴുവനും സുവിശേഷം പ്രഘോഷിക്കുവാനും സുവിശേഷം അനുസരിച്ച് ജീവിക്കുവാനും വേണ്ട കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം, ഉറക്കെ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദരിദ്രഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമുക്ക് ഇന്ന് മോശ എങ്ങനെയാണ് വളർന്നു വന്നത് എന്നാണ് പഠിക്കേണ്ടത്. നാം നേരത്തെ പഠിച്ചിട്ടുണ്ട് യാക്കോബിൻ്റെ മക്കൾ, യാക്കോബിന് 12 മക്കളുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ജോസഫ് ഈജിപ്തിലേക്ക് പോയതും അവിടുത്തെ രാജാവിൻ്റെ തോഴനായി വളർന്നതും ധാന്യം ഇല്ലാതെ വന്നപ്പോൾ ഈജിപ്റ്റ് നാട്ടിലും പ്രദേശങ്ങളിലും എല്ലാം പട്ടിണി വന്നപ്പോൾ ജോസഫ് എങ്ങനെയാണ് തൻ്റെ സഹോദരന്മാർക്ക് ധാന്യങ്ങൾ കൊടുത്തതെന്ന് എല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു അല്ലേ? അങ്ങനെ ജോസഫിൻ്റെ സഹോദരന്മാരും പിതാവും എല്ലാം ഈജിപ്തിലേക്ക് വന്നു. വർഷങ്ങൾ കഴിഞ്ഞു. അന്ന് വന്നപ്പം അവരാകെ 70 പേരാണ് കാനാൻ ദേശത്ത് നിന്ന് ഈജിപ്തിൽ വന്നു ചേർന്നത്. കാലങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ മുന്നോട്ട് പോയി. യാക്കോബ് മരിച്ചു, യാക്കോബിൻ്റെ മക്കളെല്ലാം മരിച്ചു. അവരുടെ പിൻതലമുറ ഈജിപ്തിൽ നിറഞ്ഞു കഴിഞ്ഞു. കുറേ വർഷങ്ങളൂടെ കഴിഞ്ഞപ്പോൾ ഈജിപ്റ്റ് രാജാവ് വിചാരിച്ചു, ഈ ഇസ്രായേൽക്കാർ ഇതുപോലെ ഇവിടെ പെരുകിയാൽ ഇവർ ശത്രുപക്ഷത്തോട് ചേർന്ന് നമ്മളെ ആക്രമിച്ച് ഇവർ ഈ നാട് വിട്ടു പോകും. കാരണം ഇന്ന് ഇവരെ അടിമകളായി മുഴുവൻ ജോലിയും ഈജിപ്തിൽ ചെയ്യുന്നത് ഇസ്രായേൽ ജനങ്ങളാണ്. ഇവരെല്ലാം നാട് വിട്ടു പോയാൽ ഇവരെ ജോലി ചെയ്യാൻ ആരുമില്ല, നമ്മുടെ നാട് അന്യം വന്നു പോകുമോ എന്ന് അവർ പേടിച്ചു. അങ്ങനെ ഇവർ പ്രഭുക്കന്മാരും രാജാക്കന്മാരും എല്ലാം ആലോചിച്ചു. അവർ പറഞ്ഞു, നമുക്ക് ഇസ്രായേൽക്കാരെ കൊണ്ട് കൂടുതൽ പണി ചെയ്യിപ്പിക്കാം. അങ്ങനെ കൂടുതൽ പണി ചെയ്യിപ്പിച്ച് നോക്കി, ഒരു വിശേഷം ഉണ്ടായില്ല. ഇസ്രായേൽക്കാർ എണ്ണത്തിൽ പെരുകിക്കൊണ്ടിരിക്കുക. അവസാനം അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് 2 കർമ്മിണികളെ വിളിച്ച് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴേ ഈ ആൺകുട്ടികളെ കൊല്ലാൻ പറയാം. അങ്ങനെ രാജാവിൻ്റെ കൽപ്പനയുണ്ടായി. പ്രസവിച്ച ഉടനെ ആൺകുട്ടികളെ കൊല്ലുവാനായിട്ടുള്ള കൽപ്പന കൊടുത്തു. അതിനുശേഷവും ഇവിടെ കുട്ടികളുടെ എണ്ണം കുറയുന്നില്ല. അവസാനം രാജാവ് ഈ സൂതികർമ്മിണികളെ വിളിച്ച്, നിങ്ങൾ എന്തുകൊണ്ടാണ് എൻ്റെ കൽപ്പന അനുസരിക്കാത്തതെന്ന് ചോദിച്ചു. അവരുടെ മറുപടി ഇങ്ങനെയായിരുന്നു, മഹാരാജാവേ, ഈ ഹെബ്രായ സ്ത്രീകൾ നല്ല പ്രസരിപ്പുള്ളവരാണ്, ഈജിപ്തുകാരെ പോലെ അല്ല. ഞങ്ങൾ പ്രസവ ശുശ്രൂഷ എടുക്കുവാനായിട്ട് ചെന്ന് കഴിയുമ്പോൾ അവർ പ്രസവിച്ച് കഴിഞ്ഞിരിക്കും. പിന്നെ അവരുടെ കാണാൻ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കൊല്ലാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഹെബ്രായ സ്ത്രീകളുടെ കുഞ്ഞുങ്ങളെ കൊല്ലാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. രാജാവ് ചോദിച്ചു, ഇനി എന്താ ചെയ്യുക? പ്രഭുക്കന്മാരും രാജാവും എല്ലാം കൂടി ആലോചിച്ചു. അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇസ്രായേൽ ജനത്തിന് കാരണം അവർ അടിമകളാണ്, രാജാവ് എടുക്കുന്ന ഏത് തീരുമാനവും അവരനുസരിച്ചേ പറ്റുള്ളൂ. ഇസ്രായേൽ ജനത്തിന് ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ നൈൽ നദിയിൽ എറിഞ്ഞ് കൊല ചെയ്യുവാനായിട്ട് രാജാവിൻ്റെ കൽപ്പന കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ രാജാവിൻ്റെ ഒരു കൽപ്പനയുണ്ടായി. അതിനുശേഷം ഇസ്രായേൽ ജനത്തിന് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ആൺകുഞ്ഞുങ്ങളാണെങ്കിൽ
നൈൽ നദിയിൽ എറിഞ്ഞു കൊല്ലണം. ഈ കാലഘട്ടത്തിലാണ് മോശ ജനിക്കുന്നത്. മോശയുടെ അമ്മ നോക്കിയപ്പോൾ നല്ലൊരു ആൺകുഞ്ഞ്. ഈ കുഞ്ഞിനെ നൈൽ നദിയിൽ എറിഞ്ഞു കൊല്ലാനായിട്ട് ഒട്ടും മനസ്സ് വന്നില്ല. ആരും അറിയാതെ, കൊച്ചിൻ്റെ കരച്ചിലൊന്നും പുറത്തു വരുത്താതെ അമ്മ 3 മാസം കുഞ്ഞിനെ വളർത്തി. അത് കഴിഞ്ഞ് ഇനി വളർത്താനായിട്ട് രക്ഷയില്ല. കാരണം രാജാവ് പറഞ്ഞാൽ അവരെല്ലാം ചിലപ്പോൾ വധിച്ചു കളയും. അതുകൊണ്ടൊരു നല്ല പേടകം ഉണ്ടാക്കി ആ പേടകത്തിനകത്ത് ഈ കുഞ്ഞിനെ കിടത്തിയിട്ട് അത് അടച്ച് ഈ ഫറവോയുടെ മകള് രാജകുമാരി വരുന്ന ഒരു സ്ഥലത്ത് നൈൽ നദിയുടെ തീരത്ത് കൊണ്ടുവച്ചു. എന്നിട്ട് അമ്മയും മൂത്ത ചേച്ചിയും സഹോദരിയും അവിടെ പാതിരുന്നു. പതിവ് പോലെ കുമാരി കുളിക്കാനായിട്ട് വന്ന് ഈ പ്രദേശത്തെല്ലാം നോക്കിയപ്പോൾ അവിടെ ഒരു പേടകം നിൽപ്പുണ്ട്. ഇതെന്താ ഈ പേടകം എന്നറിയാൻ തോഴിമാരോട് പറഞ്ഞു അത് എടുത്തുകൊണ്ട് വരാൻ. അത് നോക്കിയപ്പം നല്ല സുന്ദരനായ കോമളനായ ഒരു ആൺകുട്ടി. അപ്പോൾ ഈ കുമാരി പറഞ്ഞു, അയ്യോ ഇവനെ നൈൽ നദിയിൽ എറിഞ്ഞ് കൊല്ലണ്ട, ഇവനെ ഞാൻ വളർത്തും. പക്ഷേ 3 മാസം മാത്രം പ്രായമായ ഈ കുട്ടിയെ എങ്ങനെ വളർത്താനാ? ഇത് കണ്ടുകൊണ്ട് നിന്ന മോശയുടെ സഹോദരി ഇറങ്ങി വന്നു. എന്നിട്ട് ചോദിച്ചു, ഞാൻ ഇവനെ പാലൂട്ടി വളർത്താൻ ഒരു ഹെബ്രായ സ്ത്രീയെ വിളിച്ചുകൊണ്ട് വരട്ടെ എന്ന് ചോദിച്ചു. ആ നല്ല കാര്യം, നീ ചെന്ന് വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. മോശയുടെ സഹോദരി ചെന്ന് മോശയുടെ അമ്മയെ വിളിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് കുമാരിയോട് പറഞ്ഞു, ദേ ഒരു ഹെബ്രായ സ്ത്രീ, ഇവൾ ആൺകുഞ്ഞിനെ വളർത്താം, നിനക്ക് വേണ്ടി കുഞ്ഞിനെ വളർത്താമെന്നാണ് പറഞ്ഞതെന്ന് ചോദിച്ചു. കുമാരി ചോദിച്ചു, ഈ കുഞ്ഞിനെ കൊണ്ട് നിനക്ക് മുലയൂട്ടി വളർത്തി ഇനി വലുതാകുമ്പോൾ എനിക്ക് തരാമോ എന്ന് ചോദിച്ചു. കുമാരിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാം എന്ന് സ്വന്തം അമ്മയാ അല്ലേ. അമ്മ പറഞ്ഞു. എന്നിട്ട് തോഴിമാരോട് പറഞ്ഞു, ഇവൾക്ക് എല്ലാ മാസവും ശമ്പളം കൊടുത്തേക്കണം, ഇവൾക്ക് നല്ല ശമ്പളം കൊടുത്തേക്കണം എന്ന്. കണ്ടോ, മോശയുടെ അമ്മയ്ക്ക് വലിയ സന്തോഷമായി. തൻ്റെ സ്വന്തം കുഞ്ഞിനെയും കിട്ടി, ഒപ്പം നല്ല ശമ്പളവും കിട്ടി. അങ്ങനെ ഈ കുഞ്ഞിനെ കൊണ്ട് വീട്ടിൽ കൊണ്ട് വളർത്തി. കുഞ്ഞ് വലുതായി കഴിഞ്ഞപ്പോൾ കുമാരി തോഴിമാരോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഇവർ ഈ മോശ വലുതായി കഴിഞ്ഞപ്പോൾ മോശയെ കൊണ്ട് രാജകുമാരിയുടെ അടുക്കൽ കൊണ്ട് കൊടുത്തു. കുമാരി ഇവനെ നോക്കി, നല്ല സുന്ദരനായ കുട്ടി, കോമളനായ കുട്ടി. കുമാരി പറഞ്ഞു, നിന്നെ ഞാൻ മോശ എന്നാണ് വിളിക്കുന്നത്, നിനക്ക് പേരിടുന്നത് മോശ എന്നാണ്. കാരണം ഞാൻ ഇവനെ വെള്ളത്തിൽ നിന്നെടുത്തതാ. എന്താ പറഞ്ഞത്? മോശ എന്ന വാക്കിൻ്റെ അർത്ഥം വെള്ളത്തിൽ നിന്നെടുത്തവൻ എന്നാ. അങ്ങനെ അവന് മോശ എന്ന് പേരിട്ട് അവനെ രാജകൊട്ടാരത്തിൽ തന്നെ വളർത്തുവാനായിട്ട് രാജകുമാരി തീരുമാനിച്ചു. അങ്ങനെ നോക്കിയേ, മോശയുടെ അമ്മയ്ക്കും സഹോദരിക്കും എല്ലാം വലിയ സന്തോഷമായി. കാരണം തൻ്റെ സ്വന്തം കുഞ്ഞിനെ വളർത്തുവാനായിട്ടും വളർത്തി വലുതാകുവാനായിട്ടും വീണ്ടും ഫറവോ രാജാവിൻ്റെ മകളുടെ മകനായിട്ട് രാജകൊട്ടാരത്തിൽ കുട്ടി നല്ല സുമുഖനായിട്ട് വളരുവാനും ഇടയായി. കണ്ടോ, ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയാണ് ഇതിനകത്തൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ മോശയിലൂടെയാണ് അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാനുള്ളത്. കണ്ടോ, ഈ അടിമകളെ വിട്ടയക്കാൻ കഴിയാത്തതുകൊണ്ട്, അല്ലെ വിട്ടയച്ചാൽ നമ്മുടെ രാജ്യത്ത് അടിമകളില്ലാതെ വരും. അതുകൊണ്ട് എല്ലാ മക്കളെയും ആൺകുഞ്ഞുങ്ങളെയും നൈൽ നദിയിൽ എറിഞ്ഞു കൊല്ലുവാനായിട്ട് കൽപ്പനയുണ്ടായി. ദൈവത്തിൻ്റെ വലിയ പരിപാലനം നോക്കിയേ. എറിഞ്ഞു കൊല്ലുവാനായിട്ട് നശിപ്പിക്കുവാനായിട്ട് തീരുമാനിച്ചവനിലൂടെ ഈ ജനത്തെ രക്ഷിക്കുവാനായിട്ട് ദൈവം പദ്ധതി ഇട്ടിരിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി മനുഷ്യൻ്റെ പദ്ധതിയുടെയൊക്കെ അപ്പുറമാണെന്ന് നമുക്ക് ഈ സംഭവത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നത് നാം ആരെയും പേടിക്കണ്ട, ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. അപ്പോൾ ശത്രുക്കൾ പോലും ഉപകാരികളായിട്ട് വരുന്ന ഒരു സംഭവമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ മോശയുടെ ഈ വളർത്തൽ നിങ്ങൾക്കൊരു സ്കിറ്റായിട്ട് കളിക്കാൻ പറ്റുകയല്ലേ? ഇപ്പം ഒരു പേടകം തോഴിമാരോടൊപ്പം ചേർന്ന് കുമാരി നദിക്കരയിലേക്ക് വരുന്നത്, നിങ്ങൾ കൊണ്ടുവന്ന ഡ്രസ്സും നിങ്ങളുടെ ഷോളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കളിക്കാവോ? നമ്മുടെ കൂട്ടുകാർ കളിക്കുന്ന സ്കിറ്റ് നമുക്കിപ്പോൾ ആസ്വദിക്കാം.
അങ്ങേക്കും വന്ദനം. എന്തിനാണ് അടിയന്തരമായി മഹാരാജാവ് പ്രഭു സദസ്സ് വിളിച്ചു കൂട്ടിയിരിക്കുന്നത്? മഹാരാജാവ് ഒന്നും പറഞ്ഞില്ല. കുറച്ചു നാളായി അദ്ദേഹത്തെ എന്തോ അലട്ടുന്നുണ്ട്. ആ, ഇതാര്? പ്രഭു ശ്രേഷ്ഠനോ? അങ്ങേക്കും വന്ദനം. അങ്ങേക്കും വന്ദനം സർവസൈനാധിപ. എല്ലാവരും ഇരുന്നാലും. കാഹളം മുഴങ്ങി. മഹാരാജാവ് ആഗതനാകുന്നു. എല്ലാവരും എണീറ്റാലും. ഏവരും ഉപവിഷ്ടരായാലും അടിയന്തരമായി രാജ്യ സദസ് വിളിച്ചു കൂട്ടിയിരിക്കുന്നത് ഒരു പ്രധാന കാര്യം ആലോചിക്കുവാനാണ്. വളരെ വർഷങ്ങൾക്കപ്പുറം യാക്കോബും അദ്ദേഹത്തിന്റെ 12 മക്കളും നമ്മുടെ ഈ ഈജിപ്ത് ദേശത്ത് താമസം തുടങ്ങി. അപ്പോൾ അവർ ആകെ 70 പേരായിരുന്നു. ആ തലമുറ മുഴുവൻ മരിച്ചുപോയി. എന്നാൽ ഇസ്രായേൽക്കാർ എന്നറിയപ്പെടുന്ന യാക്കോബിന്റെ സന്താന പരമ്പര ഇന്ന് വർദ്ധിച്ച് ശക്തി പ്രാപിക്കുകയും രാജ്യം മുഴുവൻ വ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് നമുക്കൊരു ഭീഷണിയാണ്. മഹാരാജാവ് നീടാൾ വാഴട്ടെ. ഇസ്രായേൽ ജനത്തിന്റെ എണ്ണവും ശക്തിയും നമ്മുടേതിലും അധികമായി വരുന്നു. മഹാരാജാവ് നീണാൾ വാഴട്ടെ. മഹാരാജൻ, ഒരു യുദ്ധമുണ്ടായാൽ ഈ ജനം ശത്രുപക്ഷം ചേർന്ന് നമുക്കെതിരെ പൊരുതി നമ്മുടെ രാജ്യം തന്നെ വിട്ടുപോയേക്കാം. ആയതിനാൽ അവരോട് നാം തന്ത്രപൂർവം പെരുമാറണം. മാത്രമല്ല, അവരെ കൊണ്ട് കൂടുതൽ അടിമവേല ചെയ്യിപ്പിക്കാൻ മേൽനോട്ടക്കാരെ നിയമിക്കണം. മഹാരാജാവ് നീണാൽ വാഴട്ടെ. അവരെ കൊണ്ട് വയലിലെ വേലകളും കുമ്മായവും ഇഷ്ടികയും കൊണ്ടുള്ള പണികൾ ചെയ്യിച്ച് അവരുടെ ജീവിതം ക്ലേശപൂർണമാക്കുവാൻ പ്രഭുക്കളായ ഞങ്ങൾ എല്ലാവരും ആജ്ഞ കൊടുത്തുകൊള്ളാം. അത് ചെയ്ത് നമ്മുടെ രാജ്യം സുരക്ഷിതമാക്കണം. ശരി, രാജ്യ സദസ് പിരിച്ചുവിട്ടിരിക്കുന്നു. മഹാരാജാവ് നീണാൾ വാഴട്ടെ. മഹാരാജാവ് നീണാൾ വാഴട്ടെ. മഹാരാജാവ് നീണാൾ വാഴട്ടെ. സൈനാധിപൻ, അങ്ങയോട് ഒരു കാര്യം പറയാൻ നാം ആഗ്രഹിക്കുന്നു. ശരി മഹാരാജൻ. നമ്മുടെ കൽപ്പന പ്രകാരം പ്രഭുക്കളെല്ലാം ചെയ്യട്ടെ. പിന്നെ മറ്റൊരു കാര്യം, മിടുക്കരായ 2 ഹെബ്രായ സൂതി കർമ്മിണികളെ തെരഞ്ഞെടുക്കണം. അതെന്തിനാണ് രാജൻ? ഹെബ്രായ സ്ത്രീകൾക്ക് പ്രസവ ശുശ്രൂഷ നൽകുമ്പോൾ പിറക്കുന്നത് ആൺകുട്ടിയെങ്കിൽ അപ്പോൾ തന്നെ വധിക്കണമെന്ന് പറയണം. അവർക്ക് രാജാവിന്റെ പ്രത്യേക സമ്മാനങ്ങളും നൽകണം. അത് നല്ലത് തന്നെ. ആരുടെ? അടിയൻ മഹാരാജൻ. ആ ഹെബ്രായ സൂതി കർമ്മിണികളെ നമ്മുടെ മുമ്പിൽ ഹാജരാക്കൂ. ശരി മഹാരാജൻ. നാം ഒരു കാര്യം നിങ്ങളെ ഏൽപ്പിച്ചിരുന്നു. ഹെബ്രായ സ്ത്രീകൾക്ക് ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും വധിക്കണമെന്ന്. എന്നിട്ട് നമ്മുടെ കൽപ്പന നിങ്ങൾ അനുസരിക്കുന്നില്ല.
മഹാരാജൻ ക്ഷമിക്കണം. ഹെബ്രായ സ്ത്രീകൾ ഈജിപ്തുകാരെ പോലെയല്ല. അതെ മഹാരാജൻ, അവർ നല്ല പ്രസരിപ്പുള്ളവരാണ്. ഞങ്ങൾ ചെന്നെത്തും മുമ്പ് തന്നെ അവർ പ്രസവിച്ചു കഴിയും. അതുകൊണ്ടാണ് മഹാരാജൻ ഞങ്ങൾക്ക് ആൺകുട്ടികളെ വധിക്കാൻ കഴിയാതെ പോയത്. ശരി, നിങ്ങൾക്ക് പോവാം. ആരോടെ? അടിയൻ മഹാരാജൻ. സർവ സൈന്യാധിപനെ വിളിക്കൂ. ശരി മഹാരാജൻ. മഹാരാജാവ് നീടാൾ വാഴട്ടെ. സൈന്യാധിപൻ, ഹെബ്രായ സ്ത്രീകൾ നല്ല പ്രസരിപ്പുള്ളവരാണ്. നമ്മുടെ ഹെബ്രായ സൂതി കർമ്മിണികൾ എത്തും മുമ്പ് അവർ പ്രസവിച്ചു കഴിയും. അതുകൊണ്ട് ഇസ്രായേൽക്കാർ വീണ്ടും പെരുകുന്നു. അതേ മഹാരാജൻ, ആൺകുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. പ്രജകൾക്ക് നമ്മുടെ കൽപ്പന ഉടൻ പുറപ്പെടുവിക്കുക. എന്ത് കൽപ്പനയാണ് രാജൻ? ഹെബ്രായ സ്ത്രീകൾക്ക് ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും നൈൽ നദിയിൽ എറിഞ്ഞു കളയുക. പെൺകുട്ടികൾ ജീവിക്കട്ടെ. കൽപ്പന ഉടൻ പുറപ്പെടുവിച്ചു കൊള്ളാം. വേഗമാവട്ടെ. ശരി മഹാരാജൻ. തോഴിമാരെ, എന്താ കുമാരി? എനിക്ക് കുളിക്കുവാൻ പോകണം. അങ്ങനെയാകാം. ഞാൻ ഇന്ന് നൈൽ നദിയിലാണ് കുളിക്കുവാൻ പോകുന്നത്. ഓഹോ, കുമാരിയുടെ ഇഷ്ടം പോലെ. ഞാൻ എണ്ണയും ലേപനങ്ങളുമായി വരാം. ശരി, കൊണ്ടുവരൂ. വരൂ, നമുക്ക് പോകാം. എത്ര നല്ല ജലം! കാണുമ്പോൾ തന്നെ നീരാടാൻ കൊതിയാവുക. തോഴിമാരെ, ഞാൻ ഇന്ന് ഏറെ സമയം നീരാടാൻ എടുക്കും. കുമാരിയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. എന്താ ഒരു കുഞ്ഞിന്റെ ശബ്ദമല്ലേ ഈ കേൾക്കുന്നത്? ഒരു കുഞ്ഞിന്റെ ശബ്ദമല്ലേ ഈ കേൾക്കുന്നത്? ദാ അവിടെ ഒരു പേടകം, അത് എടുത്തോണ്ട് വരൂ. ഒരു ഹെബ്രായൻ ആൺകുട്ടി. ഇവനെ കാണാൻ സുന്ദരനായിരിക്കുന്നുവല്ലോ. ഹെബ്രായൻ ആൺകുട്ടി ആയതിനാൽ രാജകൽപ്പന പ്രകാരം നദിയിൽ എറിഞ്ഞതാണ്. എനിക്കിവനെ വേണം. കുമാരി, അത് ഇവൻ ജനിച്ചിട്ട് 3 മാസമായി. വെറും 3 മാസമായ കുട്ടിയെ കുമാരി എങ്ങനെ വളർത്തും? കുമാരിക്ക് ഈ കുട്ടിയെ വളർത്തണമെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. എന്താ, പറയൂ. കുമാരിക്ക് ഈ കുട്ടിയെ മുലയൂട്ടി വളർത്താൻ ഞാനൊരു ഹെബ്രായ സ്ത്രീയെ വിളിച്ചു കൊണ്ടുവരാം. ശരി, ഉടൻ കൊണ്ടുവരൂ. എന്റെ സഹോദര, ദൈവം നിന്നോട് കണ്ണ് കാണിക്കട്ടെ. ഞാൻ പോയി നമ്മുടെ അമ്മയെ തന്നെ വിളിച്ചു കൊണ്ടുവരാം. അല്ലയോ സ്ത്രീയെ, നീ എനിക്ക് വേണ്ടി ഈ കുട്ടിയെ മുലയൂട്ടി വളർത്തണം. ഞാൻ നിനക്ക് ശമ്പളം തന്നുകൊള്ളാം. മകനെ, എന്റെ പൊന്നോമന പുത്ര, യഹോവ നിന്നെ എനിക്ക് തിരിച്ചു തന്നല്ലോ.
എന്താ കുമാരി? എനിക്കിനി എൻ്റെ മകനെ വേണം. ആ ഹെബ്രായ സ്ത്രീക്ക് ധാരാളം സമ്മാനങ്ങളും വസ്ത്രങ്ങളും വേണ്ടുവോളം നൽകുക. അവനെ കൂട്ടിക്കൊണ്ടുവരാം. അവനിനി എന്നോടൊപ്പം ഈ കൊട്ടാരത്തിൽ വളരട്ടെ. ഞാൻ നിന്നെ വെള്ളത്തിൽ നിന്ന് എടുത്തതാണ്. അതുകൊണ്ട് ഞാൻ നിനക്ക് മോശ എന്നാണ് പേര് നൽകുന്നത്. ഹായ്, നല്ല പേര്, മോശ. നീ ഇനി എന്നോടൊപ്പം ഈ കൊട്ടാരത്തിൽ വളരും. ഞാനാണ് നിന്റെ അമ്മ. സ്കിറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നമ്മുടെ കൂട്ടുകാരെ നന്നായിട്ട് കളിച്ചിട്ടുണ്ടല്ലേ? ഉണ്ടോ? മോശയെ പേടകത്തിനകത്തൂടെ രാജകുമാരി കൊണ്ടുപോയി അല്ലേ, വളർത്തി. അങ്ങനെ എന്ത് പേരിട്ടു ആ കുട്ടിക്ക്? മോശ എന്ന വാക്കിന്റെ അർത്ഥം എന്താന്നാ പറഞ്ഞത്? നോക്കിയേ, ഇതിനകത്തുകൂടെ നാം ഒരു വലിയ ഗുണപാഠം പഠിക്കാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെ, ഫറവോ രാജാക്കന്മാരൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അല്ലേ? നമ്മളെ നശിപ്പിക്കണമെന്നോ, നമ്മുടെ സൽപ്പേര് നശിപ്പിക്കണമെന്നോ, നമ്മുടെ പഠനം നശിപ്പിക്കണമെന്നോ, നമ്മളെ ഉപദ്രവിക്കണമെന്നോ, നമ്മളെയോ നമ്മുടെ വീട്ടുകാരെ ആരെ ആയിക്കോട്ടെ, നാം വിചാരിക്കും ഇതുപോലെ ഒരുപാട് ഫറവോ രാജാക്കന്മാരാണ് എൻ്റെ ജീവിതത്തെ നശിപ്പിച്ചത്, എനിക്ക് തിന്മ വരുത്തിയതെന്ന്. ഒരു ഫറവോ രാജാവിനും മോശയെ കൊല്ലാനായിട്ട് സാധിക്കാത്തതുപോലെ തന്നെ നമ്മെ നശിപ്പിക്കാൻ സാധിക്കുമോ? ഇല്ല. നാം നമ്മുടെ അയൽവാസികളെ കുറ്റപ്പെടുത്തും, നമ്മുടെ കൂട്ടുകാരെ കുറ്റപ്പെടുത്തും, അല്ലെ പ്രകൃതിയെ കുറ്റപ്പെടുത്തും. അങ്ങനെ നാം നോക്കുമ്പോൾ നമുക്കെതിരായിട്ട് പലരുണ്ടായെന്ന് തോന്നും. പക്ഷേ പ്രിയ മക്കളെ, നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് മാത്രം കാര്യങ്ങൾ, ഈ ലോകത്തിലെ മുഴുവൻ കാര്യങ്ങളും മുന്നോട്ട് പോകും. അപ്പോൾ സുനാമി വന്നെന്നോ, ഭൂമികുലുക്കം വന്നെന്നോ, ഫറവോ രാജാവ് വന്നെന്നോ, നൈൽ നദി വന്നെന്നോ, ഇത് വല്ലതും ഓർത്ത് നമ്മൾ പേടിക്കണോ? വേണ്ട. മോശയുടെ അമ്മ ദൈവത്തോട് പ്രാർത്ഥിച്ചതുപോലെ, മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തോട് ചേർന്ന് നിന്ന്, ഇസ്രായേൽ ജനം എങ്ങനെ ദൈവത്തോട് ചേർന്ന് നിന്നോ അതുപോലെ ഞാൻ ദൈവത്തോട് ചേർന്ന് നിന്നാൽ നമുക്ക് നന്മ വരും. ദൈവത്തിൻ്റെ പദ്ധതി നമ്മെ വളർത്താനുള്ളതാണ്, നമ്മെ നശിപ്പിക്കാനുള്ളതല്ല എന്നുള്ള ആ പദ്ധതി ദൈവത്തിൻ്റെ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞിട്ടുണ്ട്, നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. അപ്പം ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് ക്ഷേമമായ ഒരു പദ്ധതി ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ പ്രവാചകന്മാരെ പോലെ, മോശയെ പോലെ, പൗലോസ്ലീഹായെ പോലെ ഈശോയുടെ മാർഗത്തിലൂടെ ജീവിക്കാനുള്ള ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാ മക്കളും കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി ഒന്ന് പ്രാർത്ഥിച്ചേ. നല്ല ദൈവമേ, മോശയെ പോലെ അങ്ങയുടെ പദ്ധതി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് മോശയുടെ ജീവിതം ഞങ്ങൾക്ക് നൽകുന്ന, ഞങ്ങളെക്കുറിച്ച് ദൈവത്തിനുള്ളൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി അനുസരിച്ച് ജീവിക്കുവാൻ വേണ്ട വലിയ കൃപ അങ്ങ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ട്, ഞങ്ങളെ സഹായിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. നമ്മുടെ കൂട്ടുകാർക്ക് ഒന്ന് സ്തുതി അല്ലിക്കേ. യേശു മിശിഹായിക്ക് അപ്പുറം സ്തുതി അല്ലിക്കേ.